ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്ന ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ചിലപ്പോൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ബുദ്ധിമുട്ട് അധികം വരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കറണ്ട് സിനാരിയോയിൽ കൂടി വരുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ പീരീഡ്സ് ഇപ്പോൾ റെഗുലറായിട്ട് വരുവാണെങ്കിൽ അത് റെഗുലറായിട്ട് വരാൻ അവർ ഒരു പ്രോപ്പർ ഹെൽത്തി ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്, സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ഇതെല്ലാം അത്യാവശ്യമാണ്. ചെറുതായിരിക്കും ചൈൽഡ് ആയിരിക്കുമ്പോൾ തൊട്ട് അങ്ങനെ ഒരു പ്രോപ്പർ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ സ്കൂളിൽ തൊട്ട് തന്നെ പ്രോപ്പർ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രോപ്പർ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻഫെർട്ടിലിറ്റി കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മെയിൽസിലാണെങ്കിൽ ഇപ്പോൾ ഫീമെയിൽസിലുണ്ട് അഡിക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അതൊക്കെ കുറയ്ക്കുക, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്.